ഈ ഒരു വീഡിയോ നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാര്യം ഈ ഒരു വീഡിയോയിൽ 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നു ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് ലൈക്കാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഒരു മാസം നിങ്ങളുടെ കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് ലൈക്കാണ്. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എൻ്റെ പേര് ഷാഹിദാണ്. ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് മൈൻഡ് മാപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ അതിൽ കയറിയിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. റെഡി? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫിസിക്സിന്റെ കാര്യം നോക്കാം. നമ്മൾ ഏകദേശം ഈ എന്താ പറയാ നീറ്റ് 2021, 2022, 2023, 2024 അതായത് ലാസ്റ്റ് ഇയർ മുതൽ ഏകദേശം ഒരു 4 വർഷത്തെ നീറ്റ് പേപ്പേഴ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതുവഴി നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവും. കാര്യം ഇത്രയും ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതിയല്ലോ. കാര്യം ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് പഠിച്ചാൽ അത്രയും മാർക്ക് കൂടി കിട്ടും. ചില പേര് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചാപ്റ്റേഴ്സിന് കൂടുതൽ ടൈം കളയും. കാര്യം ശരിക്കും ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ 1-2 ചാപ്റ്റർ പഠിക്കാനുള്ള ടൈമുള്ളൂ. കാര്യം ഈ +2 കഴിഞ്ഞവരൊക്കെ. അപ്പോൾ അവര് എങ്ങനെയൊക്കെ ഇപ്പൊ ഒരു കുറച്ച് മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേരുണ്ട്. അതായത് കുറച്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 മാർക്കൊക്കെ. അപ്പൊ അവർക്ക് കുറച്ച് ഈ ഒരു എന്താ പറയുക ഹൈ വെയിറ്റേജ് ടോപ്പിക് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, അല്ലാത്തവർ എല്ലാ ചാപ്റ്ററും നോക്കണം. ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമാണിത്. ഓക്കെ, റെഡി? അപ്പൊ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് കറന്റ് ഇലക്ട്രിസിറ്റിയിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്? കറന്റ് ഇലക്ട്രിസിറ്റി നോക്കാം. ഏറ്റവും കൂടുതൽ ഹൈ വെയിറ്റേജ് ചാപ്റ്റർ കറന്റ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഈ ഒരു 3 ചാപ്റ്ററിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഈ കറന്റ് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ വർഷം ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കറന്റ് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ഈ വർഷം എന്തുണ്ട്? 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. 5 ക്വസ്റ്റ്യൻ കറന്റ് ഇലക്ട്രിസിറ്റിയിലും ചോദിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ നിന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു പ്രഡിക്ഷൻ വഴി ഏകദേശം ഒരു 4 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ നിന്ന് ഏകദേശം 2 ക്വസ്റ്റ്യനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതിനുശേഷം സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിൽ നിന്ന് ലോജിക് ഗേറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. 1+ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. പിന്നെ ബാക്കിയിൽ നിന്ന് ഏകദേശം ഒരു 2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 3 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏകദേശം ആവറേജ് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ വർഷം ഏകദേശം 2 ക്വസ്റ്റ്യൻ ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, ഈ വർഷം 2 ക്വസ്റ്റ്യൻ ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം. പിന്നെ ആൾട്ടർനേറ്റിംഗ് കറന്റിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ആണ്? ചില ഇയറിൽ 4 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്. ഈ വർഷം ഒരു 2 ക്വസ്റ്റ്യൻ 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ കൂടുതൽ ടൈം എടുത്തിട്ട് പഠിക്കുക. പിന്നെ ഒപ്റ്റിക്സിൽ നിന്ന് റേ ഒപ്റ്റിക്സിൽ നിന്നും വേവ് ഒപ്റ്റിക്സോടെ ഇതിൽ 2ൽ നിന്നും ഏകദേശം ഒരു 7 ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 7 ക്വസ്റ്റ്യൻ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ആണ്. അതിൽ 2ൽ നിന്ന് ഏകദേശം ഈ വർഷത്തെ കാര്യമാണ് പറയുന്നത്. 7 ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. റെഡി? ഇനി അടുത്തത് നമ്മൾ ആറ്റംസിൽ നിന്ന് 2 തിയറി ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ന്യൂമറിക്കൽസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഡ്യുവൽ നാച്ചുറൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആണ് എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു ആവറേജ് എടുക്കാൻ 2 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ഇയറും കൂടി കാണുന്നുണ്ട്. 2023 ഞാൻ എഴുതിയ ടൈമിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡ്യുവൽ നാച്ചുറലിന് ഏകദേശം ഒരു 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നിന്നും 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒരു ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒന്ന് ന്യൂമറിക്കലും ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നിന്ന് ആ വേവിന്റെ ഫ്രീക്വൻസിയും കാലൊക്കെ ഓർത്ത് വെക്കുക. അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റെഡി? ഇനി അടുത്തത് ഗ്രാവിറ്റേഷൻ. ഇനി പറയാൻ പോകുന്ന ഗ്രാവിറ്റേഷനിൽ നിന്നും ഏകദേശം 2 ക്വസ്റ്റ്യൻ. ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഇതുവഴി നിങ്ങൾ ഏകദേശം പഠിച്ചാൽ മതി. ഓക്കെ, ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് എന്താ പറയാ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ജസ്റ്റ് വേണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏകദേശം റിയാക്ഷൻ മെക്കാനിസം ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ചാപ്റ്റർ നിങ്ങൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ടല്ലോ, അതാണിത്. ഏകദേശം ഒരു
4 ക്വസ്റ്റ്യൻ മിനിമം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം നെയിമിങ്ങിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, പ്യൂരിഫിക്കേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, പിന്നെ റിയാക്ഷൻ മെക്കാനിസത്തിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഒരു രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് പഠിക്കാം. പിന്നെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അത് സിമ്പിൾ ആണ്. അത് നിന്റെ ഹൈബ്രിഡൈസേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻ അതിൻ്റെ ചാപ്റ്ററിൽ നിന്നായിരിക്കും. NCERTന്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അത് പഠിക്കാം. കെമിക്കൽ കൈനറ്റിക്കിൽ നിന്ന് ഫുൾ എന്താണ് ന്യൂമറിക്കൽസ് ആയിരിക്കും. ഒരു 2 to 3 ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. ഓക്കെ, ഇക്വിലിബ്രിയത്തിൽ നിന്നും ഏകദേശം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഓക്കെ, 2 ക്വസ്റ്റ്യൻ. D&Fൽ നിന്ന് ഏകദേശം 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. ബാക്കി 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. 2 മാത്രമല്ല, ചിലപ്പോൾ 3യും ചോദിക്കാം, ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിന്റെ ചാപ്റ്റേഴ്സ് അനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആൽക്കഹോൾ, ഫിനോൾസ് ഉണ്ട്, ആൽഡിഹൈഡ് ഉണ്ട്, ഹാലോ ആൽക്കിൻസ്, ഹാലോ അമൈൻസ് ഉണ്ട്, പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺസ്, പിന്നെ ഇപ്പൊ ഏതാ ഉള്ളത്? ഇത്ര ചാപ്റ്റേഴ്സ് അത് കാണുന്നുള്ളൂ. ഓക്കെ, ഇത്ര ചാപ്റ്റേഴ്സ് അല്ലല്ലോ ഓർഗാനിക് കെമിസ്ട്രി, ഇത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് റഫ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ആൽക്കഹോൾ, ഫിനോളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. ഓക്കെ, ആൽഡിഹൈഡിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചാണ്. പക്ഷെ അതൊന്നല്ല, 5 ക്വസ്റ്റ്യൻ ചോദിച്ച ഇയർ വരെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ ഒരു റഫിന് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇത് 2 എല്ലാത്തിൽ നിന്ന് 2 ആണല്ലോ. 2, 1, 2, 3, 4, 5, 10 ക്വസ്റ്റ്യൻ. പക്ഷെ 10 ഒന്നല്ല, ഒരു 20 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓർഗാനിക്കിൽ നിന്ന് ഫുള്ള്. അതായത് ഏകദേശം കെമിസ്ട്രിയിൽ നിന്നിന്റെ പകുതി ഇല്ലെങ്കിൽ ഏകദേശം 40% മാർക്ക് കെമിസ്ട്രിയിൽ നിന്ന് ഓർഗാനിക്കിൽ നിന്നായിരിക്കും. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ വർഷത്തെ ഒരു എന്താ പറയാ എക്സാം പാറ്റേൺ ആണ് ഞാൻ പറയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു 15 മിനിമം നിങ്ങൾക്ക് ഓർഗാനിക്കിൽ നിന്ന് കിട്ടും. റെഡി. ഇനി അടുത്തത് ബയോളജി ഞാൻ എപ്പോഴും പറയുന്നതാണ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ജനറ്റിക്സിൽ നിന്ന് ഏകദേശം ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളത്. ഇൻ ടോട്ടൽ ജനറ്റിക്സിൽ നിന്ന് 12 ക്വസ്റ്റ്യൻ ഈ 2 ചാപ്റ്ററിൽ നിന്നായിട്ട് ചോദിക്കും. ഈ വർഷം അത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. പഠിച്ചിട്ടില്ലെങ്കിൽ 1 ഷോട്ട് സീരീസ് ഒക്കെ കണ്ടിട്ട് മാക്സിമം നിങ്ങൾ റെഡിയാക്കുക. ഓക്കെ, പിന്നെ അടുത്ത് പറയാനുള്ളത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷനിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു 5 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. 5 to 4 ക്വസ്റ്റ്യൻ, 4 to 5 ക്വസ്റ്റ്യൻസ് കിട്ടും. പക്ഷെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനും ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, ജസ്റ്റ് പ്രഡിക്ഷൻ മാത്രമാണ്. പിന്നെ ബയോടെക്നോളജി, ഇതിൽ നിന്നും എന്താണ് ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. നമ്മളൊരു എക്സ്പീരിയൻസ് വഴി പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ബയോടെക്നോളജി നോക്കുക. ഏകദേശം 6 to 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഈ വർഷം ഒരു 3 ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ബയോമോളിക്യൂൾസ് നിന്ന് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ ഈ 3 ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. കാര്യം എന്താ പറയാ, അത് ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ടല്ലോ. പിന്നെ മോർഫോളജിയിൽ നിന്നും 5 ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മോർഫോളജിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് 4 to 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ഒരു 2 ചാപ്റ്റർ ഒരിക്കലും നിങ്ങൾ പഠിക്കാതെ പോകരുത്. 12 into 4 എത്രയാണ്? 48 മാർക്ക്. 48 മാർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഒരു 2 ചാപ്റ്റർ പഠിച്ചാൽ മാത്രം തന്നെ നിങ്ങൾക്ക് ഏകദേശം 48 മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 2 ചാപ്റ്റർ സിമ്പിൾ ആണ്. 2 ചാപ്റ്റർ നിങ്ങൾ ഉഷാറായിട്ട് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് നോക്കുക. പിന്നെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൽ നിന്നും ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫോട്ടോസിന്തസിസ് അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫോട്ടോസിന്തസിസിൽ നിന്ന് ഒരു 4 ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്റേഴ്സ് ഉഷാറായിട്ട് പഠിക്കുക. ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ, ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രം. നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും പഠിച്ചു തുടങ്ങാത്തവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, അല്ലാത്തവർക്ക് ഹെൽപ്ഫുൾ ആവും. ലാസ്റ്റ് ടൈം റിവിഷന് വേണ്ടിയിട്ടൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല, ജസ്റ്റ് നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ കയറാൻ, ഞാൻ ടെലഗ്രാമിൽ എന്ത് ചെയ്യുന്നതിന്റെ PDF കൊടുക്കാം. സോ ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതുപോലെ തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. ഒന്നും അറിയാത്ത 0 ലെവലിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്തിട്ട് നീറ്റിൽ 642 മാർക്ക് 2023 എനിക്ക് കിട്ടിയത്. ഞാനിപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിലാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതാണ്. സോ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.